വീണ്ടും ചക്രവാത ചുഴി രൂപപ്പെട്ടു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കും. വരും മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടു. കേരളത്തിൽ ഇന്നു മുതൽ വരുന്ന ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലത്തോ ടെറസിന്റെ മുകളിലോ വൃക്ഷങ്ങളുടെ ചോട്ടിലോ നിൽക്കരുതെന്നും ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അറിയിച്ചു. വീണ്ടും കോവിഡ് കേസുകൾ വ്യാപിക്കുന്നു. ഇന്നലെ ഇന്ത്യയിൽ 312 പേർക്ക് പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. ഇതിൽ 280 രോഗികളും കേരളത്തിലാണ്. കേരളത്തിൽ ഒമിക്രോണിന്റെ ഉപവകഭേദമായ JN.1 സാന്നിധ്യവും കണ്ടെത്തി. കേരളത്തിൽ പനിയും ചുമയും വ്യാപിക്കുന്നു. ജനങ്ങൾ മാസ്ക് ധരിക്കാത്തത് പനിയും ചുമയും അതിവേഗം വ്യാപിക്കാൻ കാരണമാകുന്നു.